നമുക്ക് ഈ ഒരു സ്വിഫ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫസ്റ്റ് എന്താണ് വിഷയം എന്നുള്ളത്. ഗിയറാണ് മെയിനായിട്ടുള്ള വിഷയം. നമുക്ക് ഫസ്റ്റ് ഇടാം. ഫസ്റ്റ് ചെറിയ ടൈറ്റായിട്ടാണ് വീഴുന്നത് ഫസ്റ്റ്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് തീർന്നിട്ടുണ്ട്. വണ്ടി ചെറിയ റൈസിങ് ഉണ്ട്, വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഇടാൻ നേരത്തെ സെക്കൻഡ് വീഴത്തില്ല, ഭയങ്കര ടൈറ്റാണ് കേട്ടോ. സെക്കൻഡ് ഒരു കാരണവശാലും വീഴത്തില്ല, അതാണ് ഇതിൻ്റെ ഒരു വിഷയം. വീഴുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതിൻ്റെ പൊസിഷനിൽ വന്നതിന് ശേഷം സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ വീഴും. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വണ്ടി നിർത്തിയിടുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാ ഗിയറും നല്ല സ്മൂത്തായിട്ട് വീഴും. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇപ്പോൾ 4ാമത്തെ ഗിയറിലാണ് പോണത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്ലോ ആവണം കേട്ടോ. പെട്ടെന്ന് നമ്മളൊന്ന് സെക്കൻഡ് ഇടുകയാണെങ്കിൽ ഒരു കാരണവശാലും സെക്കൻഡ് ഗിയർ വീഴത്തില്ല, അതാണ് ഇതിൻ്റെ വിഷയം. പിന്നെ ഫസ്റ്റ് ഇട്ട് പിന്നെ കുറച്ച് അനക്കിയതിന് ശേഷം മാത്രമേ സെക്കൻഡ് വീഴത്തുള്ളൂ. അതും ടൈറ്റായിട്ടാണ് വീഴുന്നത്. ഇതിൻ്റെ വിഷയം സിങ്ക്രോനൈസർ റിങ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ കാരണം നമ്മൾ തേരിയിലൊക്കെ വണ്ടി ഫസ്റ്റ് ഗിയറും അതുപോലെ തന്നെ സെക്കൻഡ് ഗിയറൊക്കെ ഇട്ട് പിടിപ്പിക്കുമ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാവും. സെക്കൻഡ് ഗിയറും ഫസ്റ്റ് ഗിയറൊക്കെ ഇട്ട് പിടിപ്പിക്കുമ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാവും. അപ്പോൾ അത് ഗിയർ ബോക്സിനകത്ത് വരുന്ന ഗിയറിൽ ഫസ്റ്റ് ഗിയറിൻ്റെ സെക്കൻഡ് ഗിയറിൻ്റെ സിങ്ക്രോനൈസർ റിങ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ്, തേയ്മാനം വരുമ്പോഴാണ് ഈ ഒരു ഗിയർ ടൈറ്റ് പ്രോബ്ലം ഉണ്ടാവുന്നത്. നമുക്കിനി ചെയ്യേണ്ടത് ഗിയർ ബോക്സ് എല്ലാം ഇളക്കി പൊളിച്ചതിന് ശേഷം ഈ ഒരു വാഹനത്തിന് ഫസ്റ്റും സെക്കൻഡും സിങ്ക്രോനൈസർ റിങ് മാറി കൊടുക്കണം. സെക്കൻഡാണ് മെയിനായിട്ടുള്ള വിഷയം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയറിൻ്റെയും സെക്കൻഡ് ഗിയറിൻ്റെയും സിങ്ക്രോനൈസർ റിങ് മാറി ഡേത്തിൽ കൊണ്ടുപോയി നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് ഗിയറെല്ലാം ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഈ ഒരു വാഹനത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. അതിനോടൊപ്പം നമ്മൾ ഈ ഒരു വാഹനത്തിന് വണ്ടി റൈസിംഗ് ഉണ്ട്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല സ്പീഡ് കയറുമ്പോൾ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ വണ്ടി മൂവിങ് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്ലച്ച് തീർന്നെന്നാണ് അർത്ഥം. ക്ലച്ച് മാറണം, പിന്നെ അതിൻ്റെ സ്ലാബ് സിലിണ്ടർ മാറണം, ഈ ഗിയറിൻ്റെ വിഷയം മാറണം, ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യണം. 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്യണം, ടൈമിംഗ് ചെയിൻ മാറണം, അതുപോലെ തന്നെ EGR മൊത്തം ക്ലീൻ ചെയ്യണം. പിന്നെ സർവീസ് വർക്ക് ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഗിയർ ഓയിൽ, ഡീസൽ ഫിൽറ്റർ, AC ഫിൽറ്റർ, പിന്നെ 4 വീല് കഴിച്ച് ബ്രേക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒരു വണ്ടിയുടെ A to Z നോക്കിയാണ് ഈ ഒരു വാഹനം നമ്മൾ റെഡിയാക്കി വിടുന്നത്. അപ്പോൾ നമുക്ക് 2 ദിവസത്തെ വർക്കാണ്. നമുക്ക് നേരെ വർക്ക് തുടങ്ങാം എങ്ങനെയാണെന്ന്. ഗിയർ ബോക്സ് ഒക്കെ പൊളിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടി തന്നെ പറയുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സ്വിഫ്റ്റ് ഡിസയർ 2013 മോഡൽ. ഈ ഒരു വാഹനത്തിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. ഇത് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ച് തീർന്നിട്ടുണ്ട്. ഒരുപാട് വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് സെക്കൻഡ് ഗിയർ ഇടാൻ ചെറിയൊരു ടൈറ്റ് പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിൻ്റെ സിങ്ക്രണൈസർ റിങ്, ഈ സെക്കൻഡ് ഗിയറിൻ്റെ സിങ്ക്രണൈസർ റിങ് കംപ്ലയിൻ്റ് ആയി സെക്കൻഡ് വീഴാൻ ഭയങ്കരമായിട്ട് ടൈറ്റാണ്. ചില സമയത്ത് മാത്രമേ വീഴുന്നുള്ളൂ. ഫസ്റ്റിലോട്ട് പൊസിഷനിൽ പോയി സെക്കൻഡിൽ വരുമ്പോഴാണ് വീഴുന്നത്. വണ്ടി നിർത്തിയിട്ടെടുക്കുമ്പോൾ ഫസ്റ്റ് ഇട്ട് സെക്കൻഡ് ഇട്ട് വണ്ടി വീഴും. പക്ഷേ തേർഡിൽ നിന്നും ഫോർത്തിൽ നിന്നും നമ്മൾ ഫിഫ്ത്തിൽ നിന്ന് 5ാമത്തെ ഗിയറിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ വണ്ടി സ്ലോ ആകുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് സെക്കൻഡ് ഇടുകയാണെങ്കിൽ വണ്ടി ഒരു കാരണവശാലും സെക്കൻഡ് ഗിയർ വീഴത്തില്ല. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു വിഷയം കണ്ടത്. സിങ്ക്രോനൈസർ റിങ് കംപ്ലയിൻ്റ് ആണ്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസും ഉണ്ട്. വണ്ടി 1,50,000 കിലോമീറ്റർ ആയി. പക്ഷേ ഇതുവരെ കിലോമീറ്ററിൽ ടൈമിംഗ് ചെയിൻ കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, EGR ക്ലീൻ ചെയ്തിട്ടില്ല, കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ 1,00,000 കിലോമീറ്ററിൻ്റെ സർവീസായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾക്ക് എന്തൊക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ചെയിൻ മാറ്റണം, അതുപോലെ തന്നെ ബെൽറ്റും കാര്യങ്ങളും ചേഞ്ച് ചെയ്യണം, സർവീസ് വർക്കുണ്ട്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, ഡീസൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, പിന്നെ AC ഫിൽറ്റർ, ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ EGR സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. EGRൻ്റെ കാര്യങ്ങൾ മാനിഫോൾഡ് ഇളക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് മാറണം, സ്റ്റക്കുണ്ട്. അതുപോലെ തന്നെ EGR ക്ലീൻ ചെയ്ത് അതിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം മാറ്റണം. ഈ ഹോസിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓവർ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായി, ചൂടായിട്ടാണ് ഈ ഹോസിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയത്. കണ്ടോ, ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഈ ഹോസുകളെല്ലാം മാറി കറക്റ്റ് ചെയ്യണം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ചെയ്യുന്നത് ക്ലച്ചാണ്. ഗിയർ ബോക്സ് ഇളക്കി അതിൻ്റെ സിങ്ക്രണൈസർ റിങ് മാറി, ക്ലച്ച് സ്ലാബ് സിലിണ്ടർ മാറി കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ ഗിയർ ബോക്സ് ഇളക്കിയിട്ട് നോക്കാം. അങ്ങനെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് നമ്മൾ ഇളക്കി, ക്ലച്ചും നമ്മൾ ഇളക്കി എടുത്തായിരുന്നു. ക്ലച്ച് തീർന്ന മൊട്ടമായി കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ റിവേറ്റ് പിടിക്കുന്ന ഒരവസ്ഥയായി. റിവേറ്റ് പിടിക്കുന്ന വാഹനമാണെങ്കിൽ ഈ ഒരു ക്ലച്ചാണെങ്കിൽ പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി റൈസ് ആയിക്കൊണ്ടിരിക്കും. എന്ന് വെച്ചാൽ സംഭവം പറഞ്ഞുതരാം. ഈ ക്ലച്ചിൻ്റെ ഡിസ്കിൻ്റെ ലൈനറിൻ്റെ തേയ്മാനം വന്നു കഴിഞ്ഞാൽ, ലൈനർ എന്ന് പറഞ്ഞാൽ ഈ മേളിൽ കാണുന്ന പീസാണ്. അപ്പോൾ അത് കുറച്ച് തിക്നെസ് കൂടുതലായിരിക്കും, കട്ടി കൂടുതലായിരിക്കും. ഈ കട്ടി കുറയുമ്പോൾ തേഞ്ഞ് വരുമ്പോൾ കട്ടി കുറയുമ്പോഴാണ് വണ്ടി റിവേറ്റ് പിടിച്ച് ഈ ഒരു പ്രഷർ പ്ലേറ്റിലൊക്കെ പിടിച്ച് ഇങ്ങനെ വരുമ്പോൾ ഇതിലോട്ടുള്ള ക്ലച്ച് ഡിസ്ക് ചുമ്മാ കറങ്ങാൻ തുടങ്ങും. എന്ന് കഴിഞ്ഞാൽ കട്ടിയില്ല, തിക്നെസ് ഇല്ല, അതിന് ടൈറ്റ് ചെയ്ത് നിർത്താനുള്ള സ്പേസ് ഇല്ല തിക്നെസ് കുറയുമ്പോൾ. ഇപ്പോൾ ഡിസ്ക് കിടന്ന് ഇതുപോലെ ഫ്രീ ആയിട്ട് കറങ്ങുകയും ചെയ്യും. ഇതിൽ എഞ്ചിനിൽ നിന്ന് വരുന്ന ലോഡ് ഗിയർ ബോക്സിൽ കിട്ടാതെ വരും. അങ്ങനെ വീലിൽ കിട്ടാതെ വരുമ്പോഴാണ് വണ്ടി റൈസ് ആവുന്നത് ക്ലച്ച് തീരുമ്പോൾ. അതാണ് ഇതിൻ്റെ കാര്യം. നമ്മൾ സെറ്റായിട്ട് നമ്മൾ മാറുന്നുണ്ട്. ഇത് 2013 വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ക്ലച്ച് ഡിസ്ക് പ്രഷർ പ്ലേറ്റ് ആണ് കേട്ടോ. 13/11/2013.
അപ്പോൾ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റും ഇതിനോടൊപ്പം നമ്മൾ ചേഞ്ച് ചെയ്യും. പ്രഷർ പ്ലേറ്റിലും ഡേറ്റ് ഉണ്ട് കേട്ടോ, ഇയർ കൊടുത്തിട്ടുണ്ട് 2013 11/11/2013. ഓക്കെ, ഇത് സെറ്റായിട്ട് മാറണം. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലാബ് സിലിണ്ടർ നമുക്ക് മാറണം. സ്ലാബ് സിലിണ്ടറിലെ ഇയറും കൊടുത്തിട്ടുണ്ട് 2013 ഇതും ബെയറിങ് മുഴക്കമുണ്ട്, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഈ ഗിയർ ബോക്സിനകത്താണ് ഫസ്റ്റ് സെക്കൻഡും ഗിയർ വീഴാൻ പാട്. അതിൻ്റെ സിങ്ക്രണൈസ് റിങ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സെലക്ടർ ഉണ്ടോ, ഇത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വർക്കാവാത്തത്. ഈ സെലക്ടറിൽ ഇത് റിവേഴ്സാണ്, ഇത് റിവേഴ്സ്, ഫസ്റ്റ് സെക്കൻഡ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഓഫ് ചെയ്തിട്ട് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിൽ ഗിയറൊക്കെ സ്മൂത്തായിട്ട് വീഴും. പക്ഷേ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്, നമ്മൾ സ്ലോ ചെയ്ത് സെക്കൻഡ് ഇടുന്ന സമയത്താണ് ഈ ഗിയർ വീഴാൻ പാട്, ടൈറ്റ്. അപ്പോൾ ഫസ്റ്റിൻ്റെ പൊസിഷൻ വന്നിട്ട് ഗിയർ സെക്കൻഡിലോട്ട് വീഴുള്ളൂ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഗിയർ ബോക്സ് പൊളിച്ച് എല്ലാം കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ സിങ്ക്രണൈസർ റിങ് ലൈത്തി കൊടുത്ത് ഹൈഡ്രോളിക് പ്രസ്സിൽ ഗിയറൊക്കെ ഇളക്കി മാറി വിടണം എന്നുള്ളതാണ്. ഇത് പൊളിച്ചിട്ട് ഡീറ്റെയിൽ ആയിരുന്നു നോക്കുക. ഇത് പൊളിക്കണമെങ്കിൽ ബാക്ക് സൈഡ് ഇതിൻ്റെ കവർ ഇളക്കണം, മെയിൻ ഷാഫ്റ്റ് ഇളക്കണം, അതുപോലെ തന്നെ ചുറ്റ് ബോൾട്ട്, സെലക്ടർ ഇതെല്ലാം ഇളക്കി മാറ്റണം. പിന്നെ ഇതിൽ സെലക്ടറിൻ്റെ ബോളും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നമുക്ക് ഇളക്കി മാറ്റണം. ഓക്കെ, അങ്ങനെ ഗിയർ ബോക്സ് എല്ലാം പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇതാ ഈ കാണുന്ന ഗിയറാണ്, ഇതിലെല്ലാ ഗിയറും ഉണ്ട്. നമ്മളുള്ള 6 ഗിയറും ഇതിലുണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറാണ് കേട്ടോ. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, അതുപോലെ തന്നെ ഇതിൻ്റെ തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, 4 ഗിയർ വരുന്നുണ്ട് ഇതിൽ. പിന്നെ 5ാമത്തെ ഗിയറാണ് നമ്മളിവിടെ പൊളിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതായി കാണുന്ന 5ാമത്തെ ഗിയറാണ്, ഇതായി കാണുന്ന ഏറ്റവും ടോപ്പിലായിട്ട് കവറിലാണ് വരുന്നത്. പിന്നെ റിവേഴ്സിൻ്റെ ഗിയർ കണ്ടോ, 6ാമത്തെ ഗിയറാണ് റിവേഴ്സിൻ്റെ. ഇതൊരു മെയിൻ ഷാഫ്റ്റും കൗണ്ടർ വീലിനെയും കയറി ഒരു പല്ലിൽ പിടിക്കുമ്പോഴാണ്, 3 പല്ല് ഒരുമിച്ച് പിടിക്കുമ്പോഴാണ് റിവേഴ്സ് വീഴുന്നത്. അതായത് ഈ പല്ലിൽ പിടിക്കുമ്പോഴാണ് റിവേഴ്സ് വീഴുന്നത്. അത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിൻ്റെ ഇതായി കാണുന്ന സിങ്ക്രോനൈസർ റിംഗ് ആണ് കേട്ടോ. ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ഇതായി ഒരു ഹബ്ബ് വഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത്.
ഇതിനകത്തുള്ള സിങ്ക്രോനൈസർ റിങ്ങിനകത്തുള്ള തേയ്മാനം വരുമ്പോഴാണ്, ഇതായി കണ്ടോ കുറച്ച് ഓവലായിപ്പോയി, തേയ്മാനം വരുമ്പോഴാണ് സംഭവം ഗിയർ ടൈറ്റ് ഉണ്ടാവണം. കറക്റ്റായിട്ട് ഗിയർ വീഴത്തില്ല, ടൈറ്റ് ഉണ്ടാവും. അങ്ങനെ ഫസ്റ്റിൻ്റെ പൊസിഷനിൽ പോയിട്ടേ സെക്കൻഡ് ഗിയർ വീഴുള്ളൂ. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഗിയർ വീഴാതെ ഉണ്ടാവണം. ഇത് എങ്ങനെ കംപ്ലയിൻറ്റ് വരണമെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ലോഡ് കൂട്ടിയിട്ട്, ഒരുപാട് യാത്രക്കാർ വെച്ച് ലോഡ് കൂട്ടി തേരിയിൽ വെച്ച് പിടിപ്പിക്കുമ്പോഴാണ് ഈ ഒരു ഗിയർ ബോക്സിൻ്റെ സിങ്ക്രോനൈസർ റിങ് കംപ്ലയിൻറ്റ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ താഴെ ഫസ്റ്റ് ഗിയർ ഇട്ട് പോയി കഴിഞ്ഞാൽ തേരി അല്ല കുത്ത കയറ്റണം, നല്ല വണ്ടിയിൽ നല്ല ലോഡും ഉണ്ട്, ഫസ്റ്റ് ഗിയർ ഇട്ട് കയറി പോയാൽ വേറെ വിഷയമില്ല. നമ്മളൊരു സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഇട്ട് നല്ല തേരിയിൽ പിടിപ്പിച്ചതിന് ശേഷം അവിടെ വെച്ച് വണ്ടി നല്ല സ്ലോ ആയി, പിന്നെ ഫസ്റ്റ് ഇട്ട് പിന്നെ പിടിപ്പിച്ച് പിന്നെ സെക്കൻഡ് ഇട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഗിയറിന് തേയ്മാനം വന്ന് പോണത്. പിന്നെ വേറൊരു കാര്യം, ഗിയർ ഓയിൽ കറക്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു തേയ്മാനം വന്ന് സിങ്ക്രോനൈസർ റിങ് കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഗിയറൊക്കെ നമുക്ക് ഇളക്കണം കേട്ടോ. ഈ ബെയറിങ്, ഗിയർ, സ്ലീവ്, ഹബ്ബ് ഇതെല്ലാം നമുക്ക് ഇളക്കി ഇങ്ങോട്ട് നീക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു സിങ്ക്രോനൈസർ റിങ് മാറാൻ പറ്റത്തുള്ളൂ. ഇത് ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് ലൈറ്റിലാണ് നമ്മൾ ഇളക്കി ചേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാറ്റണമെങ്കിൽ ലൈറ്റ് തന്നെ വേണം. നമ്മളിതിൽ ഹാമർ വെച്ച് അടിക്കാനൊന്നും പാടില്ല, ഗിയർ പല്ല് പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ആരും ചെയ്യരുത്. അപ്പോൾ മാക്സിമം നമ്മൾ ഹൈഡ്രോളിക് പ്രസ്സിൽ വെച്ച് ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഗിയർ സീൽ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഈ കാണുന്ന സീലാണ്. ഇതിൽ ഗിയർ ലീക്ക് വന്നു കഴിഞ്ഞാൽ ക്ലച്ചിൽ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇതാണ് നമുക്ക് ഇതിൽ വരുന്ന ഡിഫറൻസ് ട്യൂബിൽ പോലത്തെ ഈ ക്രൗണാണ് കേട്ടോ. ക്രൗണിൽ നമ്മൾ ഈ പിനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിനിയൻ നമുക്ക് ഈ ഒരു ഗിയറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പൈഡർ വീലൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 വീലിലോട്ട് കറക്കം കിട്ടാനുള്ള സ്പൈഡർ വീലും കാര്യങ്ങളാണ്. ഈ ക്രൗണിലെ പല്ലൊന്നും കുഴപ്പമില്ല, നമുക്ക് ബെയറിങ്ങും വേറെ വിഷയമൊന്നുമില്ല. നമുക്ക് ഈ ഒരു സിങ്ക്രോനൈസർ റിങ്ങാണ് മെയിനായിട്ടുള്ള വിഷയം. നമുക്ക് ഈ ഗിയർ കറങ്ങുമ്പോൾ മെയിനായിട്ടും ഈ ടോപ്പ് ഗിയർ ഷാഫ്റ്റിൽ നിന്നാണ് കറക്കം കിട്ടി നമുക്ക് നേരെ കൊടുക്കുന്നത്, വീലിലോട്ടാണ് കറക്കം കൊടുക്കുന്നത് ഈ ഒരു ക്രൗൺ വഴി. സ്പൈഡർ വീല് കൊടുത്തിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരു വീല് കറങ്ങാതെ വന്നു കഴിഞ്ഞാൽ ഒരു വീല് കറക്കം കിട്ടാനാണ് ഈ സ്പൈഡർ വീല് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്നും യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഈ കറങ്ങുന്ന സമയത്ത് സെൻസ് ചെയ്ത് വീട്ടിൽ സ്പീഡോമീറ്റർ സെൻസറാണ് ഇതായി കാണുന്നത്. സെൻസ് ചെയ്ത് സ്പീഡോമീറ്റർ വർക്ക് ചെയ്യും. പിന്നെ ഈ കാണുന്നത് സെലക്ടറും ഷിഫ്റ്ററൊക്കെയാണ് കേട്ടോ. ഗിയർ ഇടുന്ന സെലക്ടർ, ഷിഫ്റ്റർ, റിവേഴ്സിൻ്റെ എല്ലാം 5ാമത്തെ ഗിയർ, ലോക്കും കാര്യങ്ങളും. പിന്നെ കവറാണിത്, ഗിയർ ബോക്സിൻ്റെ കവർ, റിലീസ് ബെയറിങ് കാര്യങ്ങൾ. അങ്ങനെ നമ്മൾ സിങ്ക്രോനൈസർ റിങ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. മാരുതി സുസുക്കി ജെന്യൂൻ പാർട്സാണ്. ഏകദേശം ഇതിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് എല്ലാം സെയിം ആണ് കേട്ടോ. 1955 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ. പാർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. റിംഗ് അസംബ്ലി, ലോ ഗിയർ, വേണ്ട സിങ്ക്രോനൈസർ റിംഗ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. സിങ്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ 2443 ആണ് ഇതിൻ്റെ പാർട്ട് നമ്പർ വരുമ്പോൾ. 2 സെയിം ആണ് കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് സെയിം ആണ്. തേർഡ് ഗിയർ വരുമ്പോൾ വ്യത്യാസം വരും, 4 ഗിയർ വരുമ്പോൾ വ്യത്യാസം വരും. 3, 4 അങ്ങനെ കംപ്ലയിൻറ്റ് വരില്ല. ഏറ്റവും ലോ ഗിയറിലാണ് ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത്. നമുക്ക് ലൈത്തിൽ കൊണ്ടുപോയി ഇതിൻ്റെ റിങ് മാറാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ റിങ് ഞാൻ കാണിച്ചു തരാം പുതിയത്. അങ്ങനെ പുതിയത് നമ്മൾ ഇളക്കി നോക്കി കേട്ടോ. ഇതാ ഈ ഒരു സൈഡാണ് പഴയതിൻ്റെ തേയ്മാനം വരുന്നത്, ഈ ലോക്കിൻ്റെ സൈഡ് കേട്ടോ. അപ്പോൾ 3 ലോക്ക് വരുന്ന ഭാഗമുണ്ട്. അത് തേയ്മാനം വരുമ്പോഴാണ് ഗിയർ ടൈറ്റ് പ്രോബ്ലം ഉണ്ടാകും, ഗിയർ കറക്റ്റായി വീഴത്തില്ല. ഇത് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. പുതിയതിലോട്ട് ചേഞ്ച് ചെയ്ത് പുതിയ സെറ്റ് ചെയ്യണം. 2 എണ്ണം വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു റിങ്ങിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. പഴയത് പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും സിങ്ക്രോനൈസർ റിങ് നമ്മൾ ചേഞ്ച് ചെയ്തു. ലൈറ്റിൽ കൊടുത്ത് പ്രസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. നമ്മളേതാണ്ട് ഈ ഒരു ഗിയർ, ബെയറിങ്, ഗിയർ, സ്ലീവ്, അതുപോലെ തന്നെ ഇവിടെയും 2 ഗിയറുണ്ട്. ഇതെല്ലാം ഇളക്കി ഇതിൻ്റെ അടുത്തൊരു സർക്കിൾ ലോക്കുണ്ട്. അതെല്ലാം ഇളക്കിയതിന് ശേഷം മാത്രമേ നമുക്കൊരു സിങ്ക്രോനൈസർ റിങ് ഇതാ ഇവിടെ കാണുന്നതും ഇതിനകത്ത് കാണുന്നത് കണ്ടോ. സെക്കൻഡും ഫസ്റ്റും 2 റിങ് നമ്മൾ ചേഞ്ച് ചെയ്തു. അതിൽ പഴയ റിങ്ങാണ് ഇതായി കാണുന്നത് കേട്ടോ. ഈ റിങ് എൻ്റെ തേയ്മാനം ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. അതായത് കണ്ടോ, ഇതിനകത്തുള്ള ഈ സൈഡിലുള്ള ലോക്ക് തേയ്മാനം വരും കണ്ടോ. ഇത് ലോക്ക് ഇങ്ങനെ വിട്ട് തേഞ്ഞതാണ് കേട്ടോ. ഇതുപോലെയായിരിക്കും വരുന്നത്. ഫോക്കസ് ചെയ്ത് കാണിക്കാം. ഇതുപോലെയായിരിക്കും വരുന്നത്. ഇത് വിട്ട് തേയ്മാനം വന്നതാണ് ഈ ഒരു വിഷയം വന്നത് കേട്ടോ. അതുപോലെ ഈ സൈഡും മൊത്തം പോയിട്ടുണ്ട്. റിങ്ങിലുള്ള മൊത്തം പോയിട്ടുണ്ട്. ഇത് സെക്കൻഡിൻ്റെയാണ്, ഇത് ഫസ്റ്റിൻ്റെയാണ് കേട്ടോ. ഫസ്റ്റ് അത്ര വിഷയമില്ല, എന്നാലും കംപ്ലൈൻ്റ് ആണ് കണ്ടോ. ഈ സൈഡ് വെട്ടുപോലെ എന്ന് വെച്ചാൽ കയറി പിടിച്ച ലോക്കാണ്. സൈഡ് കോണി പിടിച്ച ലോക്കാണ് എന്ന് വെച്ചാൽ വാക്കല്ലാതെയൊക്കെ ഗിയറിട്ട് പിടിപ്പിച്ചിടുമ്പോൾ ഇതിങ്ങനെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ഗിയർ വീഴത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പൊളിച്ചാണ് നമ്മൾ ചെയ്ത് കറക്റ്റ് ചെയ്യുന്നത്. ഗിയർ ബോക്സ് പൊളിച്ച് കറക്റ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തേരിയിലൊക്കെ ലോഡ് പിടിപ്പിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങൾ താഴ്ന്ന് ഫസ്റ്റ് ഇട്ട് കയറി പോകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവച്ച് നമ്മൾ ഫസ്റ്റ് ഇട്ട് പിന്നെ സെക്കൻഡ് ഇട്ട് ലോഡ് ക്ലച്ചൊക്കെ കറക്റ്റ് നമ്മൾ ഓഫ് ചെയ്യാതെ ക്ലച്ച് ചവിട്ടാതെയൊക്കെ ഗിയർ ഇടുമ്പോൾ കറക്റ്റ് ഫുള്ള് ചവിട്ടാതെയൊക്കെ ഗിയർ ഇടുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കേസ് ഗിയർ ഓയിൽ 20,000 കിലോമീറ്റർ കൂടുമ്പോൾ 80-90 അല്ലെങ്കിൽ 75-90 ഗിയർ ഓയിലും തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നല്ല ബ്രാൻഡ് നോക്കി യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. 20,000 കിലോമീറ്റർ കൂടുമ്പോൾ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. അപ്പോൾ നമ്മൾ സിങ്ക്രണൈസർ റിങ് ഒറിജിനൽ തന്നെ മാറിയിട്ടുണ്ട്. ഒരെണ്ണം 1955 രൂപ വിലയുണ്ട്, 2000 രൂപയ്ക്കകത്ത് വിലയുണ്ട്. പിന്നെ ലൈറ്റ് ചാർജ്, ഓയിൽ സീലുകൾ മാറണം. നമുക്ക് ടോപ്പ് ഗിയർ സീല് നമ്മൾ എടുത്തിട്ടുണ്ട്, സീലും ജെനുവിനാണ് എടുത്തിട്ടുള്ളത്. ടോപ്പ് ഗിയർ എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്ന ഇതാണ് കേട്ടോ, ഈ സീല് നമുക്ക് ചേഞ്ച് ചെയ്യണം. സീല് ഹാർഡായി കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് വന്നാൽ ക്ലച്ചിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ സ്ലിപ്പിംഗ് ഉണ്ടാകും, വീണ്ടും ഗിയർ ബോക്സിളക്കി സീല് മാറേണ്ടി വരും. അപ്പോൾ സീല് നമ്മൾ എടുത്തിട്ടുണ്ട്. സീലിൻ്റെ വില എന്ന് പറയുമ്പോൾ 36 രൂപ വിലയുള്ളൂ. സീല് ഇൻപുട്ട് ഷാഫ്റ്റ് ഓയിൽ സീലാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചേഞ്ച് ചെയ്തു. ആക്സിലിൻ്റെ സീലെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്യണം, അതെല്ലാം കറക്റ്റ് ചെയ്ത് ഇതെല്ലാം നമുക്ക് ഫിക്സ് ചെയ്യണം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ടോപ്പ് ഗിയർ ഷാഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തു, സീല് സെറ്റ് ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൗണ്ടർ വെയിലും ടോപ്പ് ഗിയറും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ ഷാഫ്റ്റുകളും സെറ്റ് ചെയ്തു, പിന്നെ റിവേഴ്സും സെറ്റ് ചെയ്തു, ക്രൗണും സെറ്റ് ചെയ്തു. ഇനിയാണ് നമുക്ക് ഇതിൻ്റെ ഗിയറുകൾ ഏത് പൊസിഷനിലൊക്കെയാണെന്ന് കാണിക്കുക എങ്ങനെയാണെന്ന്. ഇത് ഈ കാണുന്നുണ്ടോ, ഈ കാണുന്നത് ഫസ്റ്റും സെക്കൻഡുമാണ്. ഈ ഒരു റാഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സെലക്ടർ ഷിഫ്റ്റർ കണ്ടോ, ഇത് മേളിലോട്ടാക്കുമ്പോൾ ഫസ്റ്റ് വീഴും, താഴോട്ടാക്കുമ്പോൾ ഫസ്റ്റ് വീഴും, മേളിലോട്ടാക്കുമ്പോൾ സെക്കൻഡ് വീഴും. അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണ് 3ഉം 4ഉം വരുന്നത് കേട്ടോ. ഇപ്പുറത്തെ ഷാഫ്റ്റിലായിരിക്കും 3ഉം 4ഉം വരുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തെ റാഡ് വേറെ കൊടുത്തിട്ടുണ്ട്. അതുണ്ട്, അനങ്ങണുണ്ടോ, അത് ഇത് 3ഉം താഴത്തത് 4ഉമാണ്. പിന്നെ റിവേഴ്സാണ് ഇതായി കാണുന്നത്. റിവേഴ്സിൻ്റെ പല്ല് കണ്ടോ, റിവേഴ്സിൻ്റെ പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഷാഫ്റ്റ് വഴിയാണ്, ഈ ഒരു ഷാഫ്റ്റ് ഉണ്ടോ മേളിലോട്ട് പൊക്കുമ്പോൾ അനങ്ങണുണ്ടോ, റിവേഴ്സ് മേളിലോട്ട് പൊക്കുമ്പോൾ ഈ റിവേഴ്സിൻ്റെ പല്ല് കയറി 3 പല്ലിലായിട്ട് ലോക്കാവും കണ്ടോ. ഇതാ ഈ ഒരു മെയിൻ ഷാഫ്റ്റിൻ്റെ പല്ല്, കൗണ്ടർ ഷാഫ്റ്റിൻ്റെ പല്ല്, അതുപോലെ തന്നെ റിവേഴ്സിൻ്റെ ഈ ഒരു കുട്ടി ഗിയറും കൂടി ചേരുമ്പോഴാണ് റിവേഴ്സ് വീഴുന്നത്. 3 പല്ലും കൂടി ചേരുമ്പോൾ റിവേഴ്സായിട്ട് കറങ്ങും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം കണ്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം ആയിട്ടുണ്ട്. ലോക്ക് നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് കവർ സെറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് മേളിലായിട്ടാണ് വരുന്നത് 5ാമത്തെ ഗിയർ, 5th ഗിയർ വരുന്നത്. അതിനുശേഷമാണ് നമുക്ക് സെലക്ടറൊക്കെ ഫിറ്റ് ചെയ്ത് എല്ലാം ഗിയറൊക്കെ ഇട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഇത്രയും കാര്യങ്ങളാണ് ഗിയർ ബോക്സ് ഇളക്കി പൊളിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ. സിങ്ക്രണൈസർ റിങ് മാറുമ്പോൾ മെയിനായിട്ടും പോകുന്നത് ലോ ഗിയറാണ്, ഫസ്റ്റ് സെക്കൻഡും ആണ് മെയിനായിട്ടും പോകുന്നത്. സെക്കൻഡ് ഗിയർ ആയിരുന്നു പ്രോബ്ലം, നമ്മൾ ഫസ്റ്റും കൂടി മാറി വിട്ടു. ഇനി 2ാമത് ഗിയർ ബോക്സ് ഇളക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഫസ്റ്റും കൂടി മാറി വിട്ടതാണ്. ഇനി നമുക്ക് കവറൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ഓക്കെ. ഗിയർ ബോക്സിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ സീലെല്ലാം സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ആക്സിൽ സീല്, ടോപ്പ് ഗിയർ സീല്, അതുപോലെ തന്നെ സ്ലാബ് സിലിണ്ടർ MGP മാരുതിയുടെ ജെനുവിൻ 2024 എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മുടെ ഗിയറൊക്കെ നമ്മൾ ഇട്ട് നോക്കിയായിരുന്നു, എല്ലാം നല്ല സ്മൂത്താണ്. ഗിയർ 3, 4, ഫസ്റ്റ്, സെക്കൻഡ്, മേളിലോട്ട് വന്നിടുമ്പോൾ റിവേഴ്സും അതുപോലെ തന്നെ 5ാമത്തെ ഗിയറും, എല്ലാ ഗിയറും നല്ല സ്മൂത്തായിട്ട് വീഴുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിലോട്ട് ക്ലച്ച് പുതിയ മാരുതിയുടെ ജെനുവിൻ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷമാണ് ആക്സിലൊക്കെ ഫിറ്റ് ചെയ്ത് ചുറ്റുബോൾട്ട് ഫൗണ്ടേഷൻ എല്ലാം പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ ഗിയർ ഓയിൽ 2.5 ലിറ്റർ ഗിയർ ഓയിൽ ഒഴിച്ച് ക്ലച്ച് പമ്പ് ചെയ്ത് ഹൈഡ്രോളിക്കിൽ ലോഡ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയാണ് സിങ്ക്രണൈസർ റിങ് മാറേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ക്ലച്ചും സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഫ്ലൈ വീലിൽ ക്ലച്ച് സെൻറ്റർ ചെയ്ത് കറക്റ്റ് ചെയ്ത് ബോൾട്ടെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യണം. മാരുതിയുടെ ജെനുവിൻ ക്ലച്ച് ഡിസ്കും പ്രഷർ പ്ലേറ്റുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു സ്വിഫ്റ്റിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസ് വർക്കായ ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, കൂളൻ്റ്, പിന്നെ ഡീസൽ ഫിൽറ്റർ, ഗിയർ ഓയിൽ, AC ഫിൽറ്റർ, പിന്നെ ടൈമിങ്സിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ടൈമിംഗ് ചെയിൻ. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ടൈമിംഗ് ചെയിൻ മാറി, അതുപോലെ തന്നെ ഇതിൻ്റെ ബെൽറ്റ്, ടൈമിംഗ് ചെയിൻ്റെ എല്ലാ കാര്യങ്ങളും മാറിയിട്ടുണ്ട്. വാട്ടർ പമ്പ് ബെൽറ്റ് മാറിയിട്ടുണ്ട്. പിന്നെ EGR മാനിഫോൾഡൊക്കെ ഇളക്കി നമ്മൾ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തു. അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് വാൾവ് നമ്മൾ മാറിയിട്ടുണ്ട്, പുതിയത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഹനം ഇനി ഓടിച്ച് നോക്കാം ഗിയർ എങ്ങനെയാണ്, ഗിയർ നല്ല സ്മൂത്തായിട്ട് വീഴുന്നുണ്ടോ, ഗിയർ അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കി. അതുപോലെ തന്നെ ആക്സിലേക്ക്, ഗിയർ ഓയിലിലേക്ക്, എഞ്ചിൻ ഓയിലിലേക്ക്, കൂളൻറ്റിലേക്ക്, ഇത് 3 നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റമറിന് വാഹനം കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് ഓടിച്ച് നോക്കണം. ഇതിൻ്റെ ഗിയറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഗിയർ ഓയിൽ, ടൈമിംഗ് ചെയിനായി. കഴിഞ്ഞ ദിവസമാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് റെഡിയാക്കിയത്. ടൈമിംഗ് ചെയിന് മാറി, അതുപോലെ തന്നെ ഇതിൻ്റെ EGR മൊത്തം ഇളക്കി ക്ലീൻ ചെയ്തു. തെർമോസ്റ്റാറ്റ് വാൾവ് മാറിയിട്ടുണ്ട്. ഗിയറിൻ്റെ പരിപാടി, ഗിയറിൻ്റെ സിങ്ക്രണൈസർ റിങ് മാറി. പിന്നെ ക്ലച്ച് മാറി. അതിൻ്റെ സ്ലാബ് സിലിണ്ടർ, 4 വീല്, ബ്രേക്കൊക്കെ ഒന്ന് മാറി, ബ്രേക്ക് പേഡൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ സർവീസ് വർക്കിലുള്ള ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, ഗിയർ ബോക്സ് ഓയിൽ, AC ഫിൽറ്റർ ഇതെല്ലാം മാറി ചേഞ്ച് ചെയ്തു. ഗിയറിൻ്റെ ബുഷും നമ്മൾ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് വാഹനം ഒന്ന് ഓടിച്ച് നോക്കണം. ഗിയറൊക്കെ വീഴുന്നുണ്ടോ, വണ്ടി സ്മൂത്തായോ, വണ്ടി പവറായോ, ഇതെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഗിയർ ആദ്യം ക്ലച്ച് ഔട്ടി, വാഹനം സ്റ്റാർട്ടിംഗ് ആണ്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. വണ്ടി ക്ലച്ചൊക്കെ ഭയങ്കര സ്മൂത്താണ് കേട്ടോ. ക്ലച്ച് നല്ല ഫ്രീ ആണ്. ഓക്കെ, സെക്കൻഡ് ഗിയറായി, 3rd ഗിയറായി, 4th ഗിയറായി.
5th ഗിയറായി. 5 ഗിയർ ഇട്ട് നമ്മൾ ഓടിച്ച് നോക്കിയാണ്. മുമ്പത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 5ാമത്തെ ഗിയറിലും 4ാമത്തെ ഗിയറിലും 3ാമത്തെ ഗിയറിലും പൊക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് സ്ലോ ആയി കഴിഞ്ഞ് സെക്കൻഡ് ഇടാൻ നേരത്ത് സെക്കൻഡ് വീഴത്തില്ല. അതായിരുന്നു പ്രോബ്ലം. നമ്മൾ അതെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 5ാമത്തെ ഗിയറിൽ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ജസ്റ്റ് ഒന്ന് സ്ലോ ആവേണം കേട്ടോ. ഒരു ട്രാഫിക് ഒന്ന് സ്ലോ ആയെന്ന് വിചാരിച്ചു. നമ്മൾ 5ാമത്തേന് നേരെ സെക്കൻഡ് ഇട്ടു. ഇപ്പോൾ ഇതിന് ഒരു വിഷയമില്ല, കംപ്ലൈൻ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. വണ്ടി എന്ന് പറഞ്ഞാൽ ക്ലച്ചൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വണ്ടി പവർ ആയിട്ടുണ്ട്. നമ്മൾ ഇഞ്ചർ എല്ലാം ക്ലീൻ ചെയ്ത് ടൈമിംഗ് ചെയ്ത് മാറ്റി സർവീസ് വർക്ക് ചെയ്തപ്പോൾ വണ്ടിയുടെ പഴയ ഒരു പെർഫോമൻസ് ആയി. വണ്ടി പുതിയ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ ഒരു വണ്ടിയുടെ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സെക്കൻഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വാഹനം. 3rd ആയി, 4th ആയി, 5th ആയി. പിന്നെ നിർത്തിയിട്ട് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഗിയർ ആയാലും റിവേഴ്സ് ആയാലും നിർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ. വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തൊന്നും ഫസ്റ്റിൻ്റെ പൊസിഷനിലൊന്നും പിടിച്ചിടാൻ പാടില്ല. വലിയ ഗിയറാണ്. ഗിയർ ബോക്സിൻ്റെ പല്ലൊക്കെ അടിച്ചു പോകാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ നമ്മൾ 3rd ഗിയർ ഇട്ടതിന് ശേഷം വണ്ടി ഒന്ന് സ്ലോ ആവുകയാണ്. നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാം. സ്മൂത്തായിട്ട് ഗിയർ വീഴുന്നുണ്ട്. വണ്ടി സ്ലോ ആവണം. സ്പീഡ് കൂട്ടി ഇടുന്നതിനാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ വരുന്നത് കേട്ടോ. നമ്മൾ നിർത്തിയിട്ട് നമ്മൾ നടക്കുന്ന സ്പീഡാണ് ഫസ്റ്റ്, ജസ്റ്റ് ഒന്ന് ഓടുന്ന സ്പീഡാണ് സെക്കൻഡ്. അങ്ങനെയാണ് ഇതിൻ്റെ കണക്ക് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സെക്കൻഡൊക്കെ സ്മൂത്തായിട്ട് വീഴുകയാണ്. ഫസ്റ്റ് ഗിയർ നമുക്ക് നിർത്തിയിട്ട് പോകാം. ഫസ്റ്റിലും ചെറിയ വിഷയം ഉണ്ടായിരുന്നു. ഫസ്റ്റും ഇപ്പം സ്മൂത്തായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഈ വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. അപ്പോൾ എനിക്ക് ഇതേ പറയാനുള്ളൂ കാര്യം. ഗിയർ ഓയിൽ നിങ്ങൾ കറക്റ്റായി ചേഞ്ച് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് തിന്നിട്ടുണ്ടെങ്കിൽ ക്ലച്ച് മാറുക. ഫസ്റ്റ് ഗിയറൊന്നും സെക്കൻഡ് ഗിയറൊന്നും തേരിയിലൊന്നും വെച്ച് ലോഡ് കൂട്ടി പിടിപ്പിക്കരുത്. ഫുൾ ലോഡ് ആളെയും വെച്ച് നമ്മൾ തേരിയിൽ പോകുന്ന സമയത്ത് ഒരു 3rd ഗിയറിലും സെക്കൻഡ് ഗിയറിലും തേരിയിൽ പോകുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ഷട്ടനായിട്ട് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു ഗിയറിൻ്റെ വിഷയം ഇതുപോലെ സിങ്ക്രോനൈസർ റിംഗ് തേയ്മാനം വരാം. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇവിടെ വർക്കിന് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിരിക്കാം, മെസ്സേജ് അയയ്ക്കുക. സമയം കിട്ടുമ്പോൾ റിപ്ലൈ അയക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.